ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നിർണായക വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് 24. 2019 ദേവസ്വം ബോർഡിനെ സംശയ നിഴലിൽ നടത്തുന്ന ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് 24 ലഭിച്ചു. കവർച്ചയ്ക്ക് പിന്നിൽ ബോർഡിന്റെ സമ്മർദ്ദം ഉണ്ടായോ എന്ന് സംശയിക്കുന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ ഉത്തരവ് തിരുത്തിയതിന്റെ രേഖകളും 24 ഇന്ന് പുറത്തുവിട്ടു. ദ്വാരപാലക ശില്പങ്ങളിലും ശ്രീകോവിലിന്റെ പ്രധാന വാതിലിലും സ്വർണം പൂശാമെന്ന വാഗ്ദാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കവർന്നുവെന്ന് പറയുന്ന ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡിനെ സംശയനിഴലിൽ നിർത്തുകയാണ്. നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ചെയ്തത് ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ലെന്ന് കരുതാൻ കഴിയില്ല. 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടോ എന്ന് സംശയമുണ്ട്. നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാനിടയായത് 2019 ബോർഡിന്റെ വീഴ്ചയാണെന്നും ബോർഡിനെതിരെയും തുടർ നടപടി വേണമെന്നും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ഉദ്യോഗസ്ഥ വീഴ്ചയും അക്കമിട്ട് നിരത്തുന്നുണ്ട്. 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവർ ബോധപൂർവം ചെമ്പുപാളി എന്ന രേഖ തയ്യാറാക്കി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ശുപാർശ നൽകി. ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാൻ ഉത്തരവ് തിരുത്തി. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ, തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു, തിരുവാഭരണം കമ്മീഷണറായിട്ടുള്ള ആർ ജി രാധാകൃഷ്ണൻ, വി എസ് രാജേന്ദ്ര പ്രസാദ്, കെ രാജേന്ദ്രൻ നായർ എന്നീ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ശുപാർശയുണ്ട്. സ്ഥിര വരുമാനമില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റു സ്പോൺസർമാർക്ക് വേണ്ടി ഇടനിലനിന്ന് ശബരിമലയിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തലുണ്ട്. 2019 ദേവസ്വം ബോർഡ് തീരുമാനം ബോർഡ് സെക്രട്ടറി തിരുത്തിയതിന്റെ തെളിവും ഇന്ന് പുറത്തുവന്നു. ബോർഡ് എടുത്ത തീരുമാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളി കൊടുത്തുവിടണം എന്ന് പറയുന്നില്ല. എന്നാൽ ദേവസ്വം സെക്രട്ടറി ജയശ്രീ ഇറക്കിയ ഉത്തരവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൈമാറണമെന്ന് നിർദ്ദേശിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അന്നത്തെ ദേവസ്വം ബോർഡിന് വെറുതെ അങ്ങ് കൈകഴുകാനാവില്ല. പോറ്റിക്ക് വേണ്ടി വഴിവിട്ട ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഷഫീദ് റൌത്തർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.